ഓക്കെ. നമുക്ക് ഇന്ന് കെമിസ്ട്രിയിലത്തെ 6ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് എന്ന പാഠഭാഗം. നമ്മളൊരു വെള്ളം എടുത്തു എന്ന് വയ്ക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു. ഓക്കെ. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മണലിട്ടു എന്ന് വയ്ക്കാം. കുറച്ച് മണലിട്ടു. എന്ത് സംഭവിക്കും? ഈ മണല് ഈ ഗ്ലാസ് വെള്ളത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിഞ്ഞ് നല്ലോണം ഇട്ട് ഇളക്കി നിൽക്കുക. ഓക്കെ. ആ മണൽ എന്ത് സംഭവിക്കും? വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കും. എന്നിട്ട് വെള്ളം ഇവിടെ മുകളിലായിട്ടും ഉണ്ടാവും. അങ്ങനെയല്ലേ ഉണ്ടാവുക? നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് അതൊരു കാര്യം. ഇനി ഇതേ ഗ്ലാസ് വെള്ളത്തിൽ തന്നെ ഞാൻ മണലിന് പകരം എന്തിടുന്നു? ഉപ്പിടണു നിൽക്കാം. ഉപ്പിട്ടു നിൽക്കാം. എന്ത് സംഭവിക്കും? കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, നല്ലോണം ഞാൻ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വെള്ളവും ഉപ്പും തമ്മിൽ ഒരുമിച്ച് ആയിട്ട് അലിഞ്ഞു ചേരും അല്ലേ? ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അതുകൊണ്ട് തന്നെ അത് അവർ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഉപ്പിനും വെള്ളത്തിനും വേർതിരിച്ച് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോ ഈ ഉപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. ഈ മണൽ എന്ത് സംഭവിക്കുന്നില്ല? അലിഞ്ഞു ചേരുന്നില്ല. അപ്പൊ കെമിസ്ട്രിയില് നമുക്ക് ഇങ്ങനെ 2 പേര് പറയാൻ പറ്റും. ഒന്നാമത് ഇതിനെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും പിന്നെ രണ്ടാമത്തത് ഇതിനെ എനിക്ക് എന്ത് പറയാം? ഹോമോജീനിയസ് മിക്സ്ചർ എന്നും എനിക്ക് പറയാം. ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേ പോലെ ഉള്ളതെന്നാണ് അർത്ഥം. ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ളതെന്ന് അർത്ഥം. ഹോമോ ഹെട്രോ. ഇപ്പൊ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരുമിച്ചാണ് കാണാൻ പറ്റും. ഹെട്രോജീനിയസ് മിക്സ്ചറിന് ഉദാഹരണം പറഞ്ഞതുപോലെ അത് യൂണിഫോം അല്ല. ഇറ്റ്സ് നോട്ട് യൂണിഫോം. യു ക്യാൻ സീ ദ സെപ്പറേറ്റ് പാർട്ടിക്കിൾസ്. സെപ്പറേറ്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഹോമോജീനിയസ് മിക്സ്ചറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സാൾട്ട് വാട്ടർ പോലെ എല്ലാ ആ സാൾട്ട് വാട്ടറിന് ഉടനീളം എന്താണ് നമുക്ക് ഒരേപോലെയാണ് കാണാൻ പറ്റുന്നത്. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇങ്ങനെ അലിഞ്ഞു ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. വെള്ളത്തിൽ ഈ ഉപ്പ് അലിഞ്ഞു ചേർന്നു. അപ്പൊ അതിനെ എനിക്ക് എന്ത് വിളിക്കാം? സൊല്യൂഷൻ എന്ന് വിളിക്കാം. എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും ഓഫ് 2 or more സബ്സ്റ്റൻസസ് അല്ലെ? ഇവിടെ ഈ വെള്ളവും ഉപ്പും എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അത് 2 സംഭവമുണ്ട്. വെള്ളവും പിന്നെ ഒന്ന് സാൾട്ടും. 2 അതിലധികമോ സബ്സ്റ്റൻസസ് ചേർന്നിട്ട് ഒരുപോലെ ആവുകയാണെങ്കിൽ ഇതിനെയാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുക. ഇനി അങ്ങനത്തെ ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് എന്ത് വിളിക്കുക? സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാ സൊല്യൂഷൻസിനും പ്രധാനമായിട്ട് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. സൊല്യൂഷനിന് 2 മെയിൻ പാർട്സ് ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ടീ. ഇതിന്റെ പേര് എന്താണ്? സ്വീറ്റ് ടീ എന്നാണ് ഈ ഒരു ഇതിന്റെ പേര്. ഈ ചായയുടെ പേര് സ്വീറ്റ് ടീ എന്നാണ്. ഇതില് ഞാൻ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്? ഞാൻ വെള്ളമാണോ കൂടുതൽ ഉപയോഗിക്കേണ്ടത്? അതോ പഞ്ചസാരയാണോ ഞാൻ കൂടുതൽ ഉപയോഗിക്കേണ്ടത്? ഏത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാം? പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്വീറ്റ് ടീ ആവില്ല അല്ലേ? ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ വെള്ളമല്ലേ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. ഇവിടെ കൂടുതലും വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ എന്തിനാണോ അലിഞ്ഞു ചേരുന്നത്
അല്ലേ? ഈ സ്വീറ്റ് ടീയിൽ ഞാൻ ഷുഗർ ഇടുന്നുണ്ട്. അപ്പൊ ഷുഗർ അലിഞ്ഞു ചേർന്നത് എന്തിലാണ്? വെള്ളത്തിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഏതാണ്? വെള്ളാണ്. അല്ലേ? ഏറ്റവും കൂടുതൽ ഏതാണ്? വെള്ളാണ്. അപ്പോൾ വെള്ളത്തിന് നമ്മൾ എന്ത് വിളിക്കും? സോൾവെന്റ്. ഏറ്റവും കൂടുതൽ ഇതിൽ ഏതാണ്? വെള്ളമാണ്. വാട്ടർ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോൾവെന്റ് എന്ന് വിളിക്കുക. ഇനി ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷുഗർ ആഡ് ചെയ്യുന്നത്. കുറഞ്ഞ അളവിൽ മാത്രമാണ് ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷുഗറിനെയാണ് നമ്മൾ വിളിക്കുന്നത് സൊല്യൂട്ട്. ഷുഗറിന് എന്ത് വിളിക്കും? സൊല്യൂട്ട്. വെള്ളത്തിന് എന്ത് വിളിക്കും? സോൾവെന്റ് എന്ന് വിളിക്കും. ഏറ്റവും കൂടുതൽ ഏതാണുള്ളത്? അത് സോൾവെന്റ്. ഏറ്റവും കുറവ് ഏതാണുള്ളത്? അത് സൊല്യൂട്ട്. ഇങ്ങനെയായിരിക്കും കൂടുതൽ ഉണ്ടാകുന്ന സന്ദർഭം. ഇനി സോൾവെന്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വെറുതെ സോൾവെന്റ് എന്ന് വിളിച്ചതാണോ? സോൾവെന്റ് എന്ന് വിളിക്കാൻ കാരണം വെള്ളമാണല്ലോ അലിയിപ്പിക്കണത്. അപ്പോൾ അലിയിപ്പിക്കണത് കൊണ്ട് വെള്ളത്തിനെ സോൾവെന്റ് എന്ന് വിളിക്കും. ഇനി ഷുഗർ ആണല്ലോ അലിഞ്ഞു ചേർന്നത്. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നത് എന്താണ്? ഷുഗർ ആണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സൊല്യൂട്ട് എന്ന് വിളിക്കുന്നു. എന്തിലാണോ അലിഞ്ഞു ചേരുന്നത് അതിനെ സോൾവെന്റ് എന്നും, എന്താണോ അലിഞ്ഞു ചേരുന്നത്, മനസ്സിലായില്ലേ? എന്താണോ അലിഞ്ഞു ചേർന്നത് അത് സൊല്യൂട്ട്, എന്തിലാണോ അലിഞ്ഞു ചേരുന്നത് അത് സോൾവെന്റ്. ഓക്കെ, അലിഞ്ഞു ചേർന്നത് ഷുഗർ ആണ്. പക്ഷെ എന്തിലാ അലിഞ്ഞു ചേർന്നേ? വെള്ളത്തില്. ഇപ്പൊ വെള്ളം എന്താണ്? സോൾവെന്റ് ആണ്. അതൊന്ന് മനസ്സിലാക്കണം. ഇനി ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ടിന് എത്ര അക്ഷരമുണ്ട്? 6 അക്ഷരം അല്ലെ? 6 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ചെറിയ വാക്കാണ്. അപ്പോൾ കുറഞ്ഞ അളവ് എന്ന് ആലോചിക്കാം. സോൾവെന്റ് എന്ന് പറഞ്ഞാൽ 7 അക്ഷരം ഉണ്ട്. അതായിരിക്കും സൊല്യൂട്ടിനേക്കാളും വലുത്. ഏറ്റവും കൂടുതലുള്ളത് ഏതാ? സോൾവെന്റ്. അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, സോൾവെന്റ് എന്താണ്? ഇവിടെ വെള്ളമാണ് സോൾവെന്റ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഈ ചുവന്ന നിറത്തിലുള്ള സംഭവം. ഈ ചുവന്ന നിറം ഇതിൽ ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ചുവന്ന വെള്ളം കിട്ടി. അപ്പൊ ഈ ചുവന്ന നിറമാണ് എന്ത് ചേർന്നത്? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നത്. അലിഞ്ഞു ചേർന്നതിന് എന്ത് വിളിക്കും? സൊല്യൂട്ട് എന്ന് വിളിക്കും. എന്തിലാണോ അലിഞ്ഞു ചേർന്നത് അതിനെ സോൾവെന്റ്. അതേപോലെ തന്നെ ഇവിടെ സോൾവെന്റ് വെള്ളം തന്നെ. ഇവിടെ പച്ച നിറത്തിലുള്ള ഒരു സൊല്യൂട്ട്. അങ്ങനെ എന്ത് കിട്ടി? പച്ച വെള്ളം കിട്ടി അല്ലേ? അപ്പൊ ഇതിലാണോ അലിഞ്ഞു ചേരുന്നത് അതാണ് സോൾവെന്റ്. എന്താണോ അലിഞ്ഞു ചേരണത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് ആണോ? ചോദ്യം. എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് ആണോ? എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് ആണോ? ആക്ച്വലി എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് അല്ല. ഇതാണ് വാസ്തവം. സൊല്യൂഷൻസ് പല സ്റ്റേറ്റിൽ ഉണ്ടാവാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരു 3 എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ സോളിഡ് ഇൻ സോളിഡ്, അതായത് സോളിഡ് ആണ് ഇവിടെ സോൾവെന്റും, സോളിഡ് തന്നെയാണ് ഇവിടെ സൊല്യൂട്ടുമായിട്ട് വരുന്നത്. സോളിഡ് ഇൻ സോളിഡിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രാസ് ഒരു ഉദാഹരണം. ബ്രാസ് എന്ന് പറയുന്നത് സോളിഡ് ഇൻ സോളിഡിന് എക്സാമ്പിൾ ആണ്. കാരണം എന്തായിരിക്കും? സിങ്കും കോപ്പറും കൂടി ചേരുന്നതാണ് എന്ത്? ബ്രാസ് എന്ന് പറയുന്നത്. ഈ ബ്രാസ് എന്ന് പറയുന്നത് സിങ്കും കോപ്പറും കൂടി ചേർന്നിട്ടാണ് ബ്രാസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഈ പറയുന്ന സിങ്ക് എന്താ? സോളിഡ് ആണ്. ഈ പറയുന്ന കോപ്പർ എന്ത് തന്നെയാ? സോളിഡ് തന്നെയാണ്. പക്ഷെ ഇവര് രണ്ട് പേരും ചേർക്കുമ്പോൾ എന്തുണ്ടാവണം? ബ്രാസ് ഉണ്ടാവണം അല്ലേ? നമുക്ക് ആ ബ്രാസ് കാണുമ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ടല്ല കാണും. സിങ്കും കോപ്പറും ഒരുമിച്ചാണ് കാണുന്നത്.
സോളിഡ് ഇൻ സോളിഡ് ഒരു ഉദാഹരണമാണ്. സോളിഡ് ഇൻ സോളിഡിന് ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ബ്രാസ്. ബ്രാസ് എന്ന് പറയുന്നത് സിങ്കും കോപ്പറും കൂടി ചേരുന്നതാണ്. രണ്ട് സോളിഡ് തമ്മിൽ ഒരു സോളിഡ് തന്നെ ഉണ്ട്. ജസ്റ്റ് ഒരു ബ്രാസ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു ബ്രാസിന് ഒരു എക്സാമ്പിൾ. ആണ് ബ്രാസ് കാണാനുണ്ടാവും. ഈ ചിത്രത്തിൽ നോക്കി നമുക്ക് സിങ്കും കോപ്പറും വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഒറ്റ ബ്രാസ് തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ സെപ്പറേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതൊരു എക്സാമ്പിൾ ആണ്. ഇതൊരു സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ്. സോളിഡും എന്ത് തന്നെയാണ്? സൊല്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതൊരു ചിത്രം എന്താണ്? ഇതൊരു സോഡ വാട്ടർ ആണ് അല്ലേ? ഇതിന്റെ പേരെന്താണ്? സോഡ വാട്ടർ. സോഡ വാട്ടർ കണ്ടിട്ടുണ്ടാവും. ഇനി ഇവിടെ കുറച്ച് ബബിൾസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറെ ബബിൾസ് ഉണ്ട്. ഈ ബബിൾസ് ഒക്കെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് വെള്ളത്തിൽ ഇട്ടേക്കാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഉണ്ടാവുമ്പോൾ വെള്ളത്തിൽ ഇടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് അതേപോലെ ബബിൾസ് ഉണ്ടാവുക. ഇതെന്തിന് ഉദാഹരണമാണ്? ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് അല്ലേ? ഈ ഒരു ഗ്യാസ് എവിടേക്കാണ് ഇട്ടത്? ഗ്യാസ് ഇൻ വാട്ടർ അല്ലെങ്കിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് അല്ലെ? വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡിന് ഉദാഹരണമാണ്. ഇവിടെയും നമുക്കൊരു സെപ്പറേഷൻ ഒന്നും കാണാനില്ല. ഈ വെള്ളം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊന്നല്ല നമുക്ക് കാണുന്നത്. ഒരുമിച്ച് തന്നെയാണ് ഇതിലുള്ളത്. ഗ്യാസ് ഇൻ ലിക്വിഡും ഇതും എന്താണ്? ഒരു സൊല്യൂഷൻ തന്നെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത എക്സാമ്പിൾ പറയുന്നത് എയർ ആണ്. എയർ നമുക്ക് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ഒരു ചിത്രം വെച്ചത്. സപ്പോസ് ആ ഒരു എയറിൽ എന്ത് പറയാം? ഗ്യാസ് ഇൻ ഗ്യാസ്. ഉദാഹരണമായിട്ട് ഓക്സിജനും നൈട്രജനും. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാസ് ആണ്. നൈട്രജൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു ഗ്യാസ് ആണ്. ഇനി ഓക്സിജനും നൈട്രജനും ഒരുമിച്ച് കൂടി ചേരാം അല്ലേ? ഈ നൈട്രജനും ഓക്സിജനും ഒരുമിച്ച് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണില്ല. നമുക്ക് എയർ ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത് ഒരുമിച്ചൊരു എയർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എയർ എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിൾ ആണ്? സൊല്യൂഷൻ എന്നതിന് എക്സാമ്പിൾ ആണ്. എന്റെ ചോദ്യം എന്തായിരുന്നു? ലിക്വിഡ് മാത്രമാണോ സൊല്യൂഷൻസ് എന്നായിരുന്നു ചോദ്യം. എല്ലാ ലിക്വിഡും അല്ല, എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് ആണോ എന്നാണ് എന്റെ ചോദ്യം. എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് അല്ല. എല്ലാ സൊല്യൂഷൻസും ലിക്വിഡ് ആവണമെന്നില്ല. അത് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ആവാം. ഗ്യാസ് ഇൻ ഗ്യാസ് ആവാം, ഗ്യാസ് ഇൻ ലിക്വിഡ്. ഉദാഹരണമാണ് സോഡ വാട്ടർ. സോളിഡ് ഇൻ സോളിഡ് ആവാം. ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഉണ്ടാകാം. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ലിക്വിഡ് എന്ന സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അതാണ് ഞാൻ പറഞ്ഞത്. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ലിക്വിഡിലല്ല നിൽക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 2 കപ്പ് ചായ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ചായ, ഇവിടെ ഒരു ചായ. ഈ ചായ കപ്പിന്റെ പേര് എ എന്ന് കൊടുക്കാം, ഈ ചായ കപ്പിന്റെ പേര് ബി എന്ന് കൊടുക്കാം. ഇനി ആദ്യത്തെ എ എന്ന് പറയുന്ന കപ്പില് ഒരു സ്പൂണ് ഷുഗർ, ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടു. ആദ്യത്തെ കപ്പിൽ ഒരു സ്പൂണ് പഞ്ചസാര. രണ്ടാമത്തെ ബി എന്ന് പറയുന്ന കപ്പില് ഒരു 5 സ്പൂണ്, ബി എന്ന് പറയുന്ന കപ്പിൽ ഒരു 5 സ്പൂണ് പഞ്ചസാര ഇട്ടുന്ന. ആദ്യത്തെ കപ്പിൽ ഒരു സ്പൂണ്, രണ്ടാമത്തെ കപ്പില് 5 സ്പൂൺ. ഈ കപ്പില് വെറും കപ്പല്ല, ഉള്ളില് ചായ.
ഈ ഈ ചായയിലൊന്നും മധുരം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മധുരം ഇപ്പോഴാണ് ഇടുന്നത്. ഇപ്പോഴാണ് മധുരം ഇടുന്നത്. അപ്പോൾ ഈ ഒരു കപ്പിൽ 1 സ്പൂണും ഈ ഒരു കപ്പിൽ 5 സ്പൂൺ. ഓക്കെ. ഏത് ചായ ആയിരിക്കും ഏറ്റവും കടുപ്പം? ഏറ്റവും കടുപ്പമുള്ള ചായ ഏതായിരിക്കും? ആ, കപ്പ് ബി അല്ലേ? കാരണം എന്താ? കടുപ്പം കൂടുതൽ ആവാൻ കാരണം എന്താ? കൂടുതൽ പഞ്ചസാര ഇട്ടു. അത്രയും ചായയുടെ കടുപ്പം കൂടി. ഓക്കെ. ഇങ്ങനെ കടുപ്പം എന്ന കെമിസ്ട്രി എന്ന ഭാഷയിൽ പറയുന്നതിനെയാണ് കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റഡ് തന്നെയാണ് നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ നല്ല ശക്തി, കടുപ്പം എന്നതിനൊക്കെ ഒരു അർത്ഥം വരുന്നത് കെമിസ്ട്രിയിൽ കോൺസെൻട്രേറ്റഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. കോൺസെൻട്രേറ്റഡ്. കടുപ്പം കൂടുന്നതിനെ കെമിസ്ട്രിയിൽ വിളിക്കുന്നതാണ് കോൺസെൻട്രേറ്റഡ്. ഇനി കടുപ്പം കുറഞ്ഞതിനെയോ? വളരെ കുറവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഡൈല്യൂട്ട് എന്ന്. കെമിസ്ട്രിയിൽ കോൺസെൻട്രേറ്റഡ് കടുപ്പം കൂടിയതിനെയും, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ചായനെ സ്ട്രോങ് ചായ എന്നൊക്കെ പറയില്ലേ? സ്ട്രോങ് ചായ എന്ന് പറഞ്ഞത് എന്തോ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ പഞ്ചസാര. ഇവിടെ കെമിസ്ട്രിയിൽ നമ്മൾ വിളിക്കും കോൺസെൻട്രേറ്റ്. ഇനി വീക്കായ ചായനെ, ചായ എന്ന് പറയാറില്ല, എന്നാലും വീക്കായിട്ടുള്ള ചായ, കുറഞ്ഞ പഞ്ചസാരയുള്ളതിനെ ഡൈല്യൂട്ട് എന്നാണ് കെമിസ്ട്രിയിൽ വിളിക്കുക. ഓക്കെ. കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ് വിളിക്കുന്നത്, കോൺസെൻട്രേറ്റഡ്, ഡൈല്യൂട്ട്. ഇനി ഒരു സൊല്യൂഷൻ, ഇപ്പൊ ഈ ചായ തന്നെ എന്ന് വെച്ചു, ഈ ചായ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നത് എങ്ങനെ അളക്കും? എങ്ങനെയാണ് മെഷർ ചെയ്യാം? അത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ മാസ് പെർസെൻറ്റേജ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? കെമിസ്ട്രിയിൽ ഇത് എത്രത്തോളം കടുപ്പമുണ്ട്, എത്രത്തോളം സ്ട്രോങ് ആണ് അളക്കുന്നത്. എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് അളക്കുന്നത് മാസ് പെർസെൻറ്റേജ് വെച്ചാണ്. ഈ മാസ് പെർസെൻറ്റേജ് പഠിക്കുക. മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഈക്വൽസ് മാസ് ഓഫ്, മാസ് പെർസെൻറ്റേജ് ആണല്ലോ, മാസ് ഓഫ് എന്തായിരിക്കും? സൊല്യൂട്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സൊല്യൂട്ട്. പിന്നെ ഒരാളും കൂടി വരണ്ടേ? മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷൻ അല്ല, സോൾവെന്റ്. തെറ്റി പറയാം. സൊല്യൂഷൻ ആണോ സോൾവെന്റ് ആണോ? സൊല്യൂഷൻ ആണ്. മാസ് ഓഫ് സൊല്യൂഷൻ. ഈ സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്ന് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആവുന്നതിനെയാണെന്ന് വിളിക്കാം സൊല്യൂഷൻ എന്ന് വിളിക്കാം, അല്ലെ? സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേർന്ന് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആവുകയാണെങ്കിൽ അതിനെയാണ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. ഇതെന്താണ്? പെർസെൻറ്റേജ് അല്ലേ കാണുന്നത്. എന്ത് ചെയ്യണം? ഇൻറ്റു 100. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100-ലാണല്ലോ കാണുക. മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസ് ഓഫ് അടിയിലത്തെ ഡിനോമിനേറ്ററിൽ താഴെ ഭാഗം മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. സോൾവെന്റ് എന്നൊന്നും എഴുതി വെക്കരുത്. മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇത് സൊല്യൂട്ടും സോൾവെന്റും കൂടി ഒരുമിച്ചുള്ള മാസ്. അല്ലാണ്ട് രണ്ടിന്റെയും സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും സെപ്പറേറ്റ് ആയിട്ടല്ല. സൊല്യൂഷൻ രണ്ടിന്റെയും മാസ് ഒരുമിച്ച്. മാസ് പെർസെൻറ്റേജ് എഴുതി വെക്കുക, പഠിക്കുക. ഇപ്പൊ തന്നെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ആ ഇൻറ്റു 100ഉം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതും എഴുതാൻ വിട്ടുപോകരുത്. ഓക്കെ.
ഇനി ഇങ്ങനെയാണ് സൊല്യൂഷന്റെ മാസ് കണ്ടുപിടിക്കുക. നമ്മൾ മാസ് ഓഫ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് സൊല്യൂഷൻ ഓഫ് മാസ്. ഒരു സൊല്യൂഷന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മാസ് കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? സൊല്യൂഷന്റെ മാസ് കിട്ടുന്നത്. സിമ്പിൾ. ഇത് ആഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് നമ്മുടെ സിലബസിലുള്ള 2 ക്വസ്റ്റ്യൻസ് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ഫോർമുല വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ calculate the concentration if we have 10 gram of common salt in 90 gram of water. Okay, കോൺസെൻട്രേഷൻ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെ, കോൺസെൻട്രേഷൻ എന്ന് കെമിസ്ട്രിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എത്ര സ്ട്രോങ് ആണ് അല്ലെ, ആ ചായ എത്രത്തോളം സ്ട്രോങ് ചായയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുക? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഫോർമുല അല്ലെ. എത്ര സ്ട്രോങ് ആണ് കണ്ടുപിടിക്കാനല്ലേ മാസ് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത്. മാസ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ല, മാസ് പെർസെൻറ്റേജ് കാണുന്നത് എന്തിനാണ്? കോൺസെൻട്രേഷൻ എത്ര സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ത് ഫോർമുല ഉപയോഗിക്കും? മാസ് പെർസെൻറ്റേജ് എന്ന ഫോർമുല ഉപയോഗിക്കും. ഓക്കെ, അത് കിട്ടി. ഒരു ക്വസ്റ്റ്യൻ ഇത്ര വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ കാണേണ്ടത്? മാസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. മനസ്സിലായി? ഓക്കെ, ഇനി മാസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫോർമുല എന്തായിരുന്നു? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? മാസ് ഓഫ് സോൾവെന്റ് ആണോ? അല്ല, മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റും സൊല്യൂട്ടും ഒരുമിച്ച് കൂട്ടി, അതായത് സോൾവെന്റും സൊല്യൂട്ടും മൊത്തം കൂട്ടി ഇടുന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മാർക്ക് ഇതാണ് മാസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അത്രയും ക്ലിയർ. ഇനി നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് അവർ കുറച്ച് നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. ഹിന്റ്, ഇഫ് വി ഹാവ് 10 gram of common salt in 90 gram of water. 10 gram ഉപ്പ് എത്ര ഗ്രാം വെള്ളത്തില്? 90 ഗ്രാം വെള്ളത്തില്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എഴുതി വെക്കാം. ഇവൺ എന്താണ്? ഇവൺ കോമൺ സാൾട്ട് 10 gram, 10 gram. ഇനി ഇവൺ വാട്ടർ 90 gram. ഇനി എന്ത് ചെയ്യണം? സൊല്യൂഷൻ അല്ലെ. ഈ ഫോർമുലയിൽ നമുക്ക് എന്തൊക്കെ വേണം? ഈ ഫോർമുലയിൽ നമുക്ക് വേണ്ടത് സൊല്യൂഷന്റെ മാസും സൊല്യൂട്ടിന്റെ മാസുമാണ് നമുക്ക് വേണ്ടത്. സൊല്യൂഷന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? എഴുതുക, മാസ് ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എന്താ? സോൾവെന്റും പ്ലസ് സൊല്യൂട്ടും. സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുന്നതാണ് സൊല്യൂഷൻ. ഇവിടെ സോൾവെന്റ് എന്തിലാണ് അലിഞ്ഞു ചേർന്നത്? വെള്ളത്തിലല്ലേ? വെള്ളത്തിലാണ് അലിഞ്ഞു ചേരുന്നത്. ഇതിന്റെ സോൾവെന്റിന്റെ മാസ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 90 ആണ്. 90 സിമ്പിൾ. പ്ലസ് സൊല്യൂട്ട് എന്താണ് ഇവിടെ അലിഞ്ഞു ചേരുന്നത്? ഉപ്പല അലിഞ്ഞു ചേരുന്നത്. എന്താണ് സൊല്യൂട്ടിന്റെ അളവ്? 10. 90 പ്ലസ് 10 എത്രയും വരും? 100 വരും. ഇത് രണ്ടും ഗ്രാമിലല്ലേ?
100 ഗ്രാം. ഇതാണ് ആ സൊല്യൂഷന്റെ അളവ്, മാസ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടി, അടിയിലത്തെ കിട്ടി. ഓക്കെ, ഈ മുകളിലത്തെ കിട്ടണം മാസ് ഓഫ് സൊല്യൂട്ട്. എഴുതുക മാസ് ഓഫ് സൊല്യൂട്ട്. ഇവിടെ മാസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? എന്താണോ അലിഞ്ഞു ചേർന്നത്, അലിഞ്ഞു ചേർന്നത് എന്താണ്? കോമൺ സാൾട്ട്. കോമൺ സാൾട്ടിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാം? 10 അറിയാം, 10 ഗ്രാം. ഇനി ആ മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല, മാസ് പെർസെൻറ്റേജ് ഫോർമുല വെച്ച് എങ്ങനെ കാണും? മാസ് ഓഫ് സൊല്യൂട്ട് ആണ് ആദ്യം എഴുതേണ്ടത്. മുകളിൽ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് 10 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സോൾവെന്റ് അല്ല, സൊല്യൂഷൻ. സൊല്യൂഷന്റെ നമുക്കറിയാം എത്രയാന്ന്? 100 ആണെന്നറിയാം. 100 ഇൻറ്റു, ഇനി ഇവിടെ നോക്കുക, മുകളിൽ 100, താഴെയും 100, കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്? 10 മാത്രം. 10 ഗ്രാം ആണ് അല്ലെ? 10 ഗ്രാം അല്ല, പെർസെൻറ്റേജ് അല്ലേ, മാസ് പെർസെൻറ്റേജ് ഒന്നല്ലേ? അപ്പൊ 10%. ഇങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടിയത്? കോൺസെൻട്രേഷൻ എത്ര സ്ട്രോങ് ആണ് എന്ന് മനസ്സിലായി. കുഴപ്പമില്ല, വളരെ എളുപ്പം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ സൊല്യൂഷൻ ഹാസ് 2 gram of a substance dissolved in 18 gram of water. ഇതിന്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2 gram of സബ്സ്റ്റൻസ് പറഞ്ഞിട്ട് ഏതൊരു സബ്സ്റ്റൻസ് അത് നമുക്ക് അറിയില്ല. പിന്നെ 18 gram of വാട്ടർ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്യാമോ? ഓക്കെ, 2 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ വേഗം ചെയ്ത് തീർക്കാം. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യാം, ചെയ്ത് തുടങ്ങിക്കോളൂ. യെസ്, അപ്പൊ അങ്ങനെ സമയം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാ ചെയ്യാന്ന് നോക്കിയാലോ. ഈ സൊല്യൂഷൻ ഹാസ് 2 gram ഓഫ് സബ്സ്റ്റൻസ്. അപ്പൊ എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കോൺസെൻട്രേഷൻ ആണ്, എത്ര സ്ട്രോങ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല ഉപയോഗിച്ച്. ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും?
സൊല്യൂട്ട് ഉണ്ടാവും, സോൾവെന്റ് ഉണ്ടാവും. ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് സാധാരണ എന്താണ്, യൂണിവേഴ്സൽ ആണ് അല്ലെ. മിക്ക വസ്തുവും വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അതുകൊണ്ട് തന്നെ വാട്ടർ എന്താണ്, സോൾവെന്റ് ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു സബ്സ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും എന്ത്, സൊല്യൂട്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വാട്ടർ അല്ലേ ഉള്ളത്, ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, സോൾവെന്റ് എന്നാണ് വിളിക്കുക. ഏറ്റവും കുറവുള്ളതിനെ നമ്മൾ സൊല്യൂട്ട് എന്നും വിളിക്കും അല്ലെ. ഏറ്റവും കുറവുള്ളതിനെയാണ് സൊല്യൂട്ട് എന്ന് വിളിക്കുക. ഇതൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ മാസാണ് നമുക്ക് ആദ്യം ആവശ്യം. സൊല്യൂട്ടിന്റെ മാസ് എത്രയാണ്? ഇവിടെ ഏതാണ് സൊല്യൂട്ട്, അല്ലേ സൊല്യൂട്ട്. മാസ് എത്രയാണ്, 2 ഗ്രാം. കുഴപ്പമില്ല. ഇനി മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ മാസ് എങ്ങനെ കിട്ടും, സോൾവെന്റ്. ഇത് എപ്പോഴും സോൾവെന്റ് ആദ്യം. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ്. സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുന്നതല്ലേ സൊല്യൂഷന്റെ മാസ്. ഇവിടെ സൊല്യൂട്ടിന്റെ മാസ് എത്രയാണ്, 2 ഗ്രാം പ്ലസ് ഇവിടെ സോൾവെന്റ് ഏതാ, വാട്ടർ. വാട്ടറിന്റെ മാസ് എത്രയാണ്, 18 ഗ്രാം. 18 പ്ലസ് 2 എത്രയാണ്, 20 ഗ്രാം. കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തേ കാണുന്നുണ്ടോ, മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് കിട്ടാൻ നമുക്കെല്ലാം കിട്ടിയോ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടിയോ. സൊല്യൂഷന്റെ മാസ് ഉണ്ട്, സൊല്യൂട്ടിന്റെ മാസ്. സൊല്യൂട്ടിന്റെ മാസ് ആണ് ആദ്യം എഴുതേണ്ടത്. സൊല്യൂട്ടിന്റെ മാസ് 2. സൊല്യൂഷന്റെ മാസ് എത്രയും 20. പിന്നെ എന്ത് ചെയ്യണം, ഇൻറ്റു 100. പെർസെൻറ്റേജ് ആണ് കാണുന്നത്. ഓക്കെ, 2/20 ഇൻറ്റു 100. ഇവിടെ അടിയിൽ ഒരു 0, ഇവിടെ മുകളിൽ ഒരു 0 കട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇവിടെ 2 ഇൻറ്റു 10. 2 ഇൻറ്റു 10 എന്താ, 20. 20 ഡിവൈഡഡ് ബൈ 2. ഏത് കൊച്ചു കുട്ടിക്ക് അറിയാം അല്ലേ. 20 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്, 2 10s 20. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 10 എന്ന് കിട്ടും. ഇവിടെയും എന്ത് തന്നെ വരുന്നത്, പെർസെൻറ്റേജ് ആണ്, 10%. കുഴപ്പമില്ല. ശരിയാണോ ഈ ഉത്തരം, 10% എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. അത്രയും സ്ട്രോങ്ങേ ഉള്ളൂ, 10% സ്ട്രോങ്ങേ ഉള്ളൂ എന്നാണ് അർത്ഥം. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഏറ്റവും എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഇങ്ങനെ വിചാരിക്കാം, ഒരു ബുഫേ കഴിക്കാൻ പോയി നിൽക്കാം. ഒരു ബുഫേ കഴിക്കാൻ പോയി. ഇപ്പോ വിശപ്പിലാണെങ്കിൽ ബുഫേ കഴിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും അല്ലേ. അതിനെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ്. കളർ ഒന്ന് മാറ്റാം, അൺസാച്ചുറേറ്റഡ്. നിങ്ങൾ എന്താ ചെയ്തത്, ബുഫേ കഴിക്കാൻ പോയി. ബുഫേ കഴിക്കാൻ പോയപ്പോ എന്താണ്, ബുഫേ കഴിച്ചിട്ടും നിങ്ങൾക്ക് ഇനിയും വിശക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിശപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ല. അതായത് നിങ്ങൾക്കൊന്നും കൂടുതൽ കഴിക്കാം. ഇവിടെ അൺസാച്ചുറേറ്റഡ് എന്ന എക്സാമ്പിളിന് എനിക്ക് എന്ത് പറയാം, അതായത് ഒരു സൊല്യൂഷൻ എടുത്തു നിൽക്കാം. ഈ സൊല്യൂഷൻ that can dissolve, a solution that can dissolve more solute. അതിനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു സൊല്യൂഷനിൽ ഇനിയും സൊല്യൂട്ടിനെ ആഡ് ചെയ്യാം, ഇനിയും സൊല്യൂട്ടിനെ നിറയ്ക്കാൻ, അലിയിക്കാൻ പറ്റും, ഡിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സൊല്യൂഷനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ ദാറ്റ് ക്യാൻ ഡിസോൾവ് മോർ സൊല്യൂട്ട്, ദാറ്റ് ഈസ് നോൺ ആസ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ബുഫേ കഴിക്കാൻ പോയി, കുറച്ച് കഴിച്ചു,
പിന്നെയും വിശക്കുന്നുണ്ട്. ആ വിശപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ല. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ഇനി ഇവിടെ ഒന്ന് നോക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, എ സൊല്യൂഷൻ obtained by dissolving less amount of solute than that required to make the solution saturated at a particular temperature is called an unsaturated solution. Unsaturated solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആവാണ്ട്, അല്ലേ? ഒരു സൊല്യൂഷൻ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടില്ല, അതായത് അതിന്റെ വിശപ്പ് മാറിയിട്ടില്ല, ഇനിയും അതിനെ ദഹിപ്പിക്കാൻ പറ്റും, ഡിസോൾവ് ചെയ്യാൻ പറ്റും. ദഹിപ്പിക്കാൻ പറ്റുന്നതിന്റെ കുറഞ്ഞ എമൗണ്ടിലാണ് സൊല്യൂട്ട് ഉള്ളൂ, ആ വിശപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ല മുഴുവനായിട്ട്. അതിനെയാണ് എന്ത് വിളിക്കുക? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബുഫേ കഴിച്ചു കഴിഞ്ഞു, വയറ് നിറഞ്ഞു, ഇനി ഒരു കഷ്ണം പോലും ഇനി കഴിക്കാൻ പറ്റില്ല. ഇനി ഒരു അവസ്ഥയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൊല്യൂഷൻ ദാറ്റ് കനോട്ട് ഡിസോൾവ് മോർ സൊല്യൂട്ട് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചറിൽ ഇനിയും ഒരു സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ ആ സൊല്യൂഷന് പറ്റില്ല. അതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബുഫേ കഴിച്ചു, തൃപ്തിയായി, വയറ് നിറഞ്ഞു, ഒരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല, ഒരു അവസ്ഥയാണ് സാച്ചുറേറ്റഡ്. സൊല്യൂഷന്റെ കാര്യത്തിൽ സൊല്യൂഷൻ ദാറ്റ് കനോട്ട് ഡിസോൾവ് മോർ സൊല്യൂട്ട് അറ്റ് ദാറ്റ്. ഈ കൂടുതൽ സൊല്യൂട്ടിനെ അതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ടെമ്പറേച്ചറിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വിശപ്പ്, ഇനി ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, അതിനെ സാച്ചുറേറ്റഡ്. ഇനി നിങ്ങൾ ആരെങ്കിലും നിർബന്ധിക്കുകയാണ്, ഇനിയും വയറ് നിറയെ കഴിക്കാൻ പറഞ്ഞിട്ട്, ഇനിയും കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ, അല്ലേ, അങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്യാറുണ്ടല്ലേ ആൾക്കാര്, ഇനിയും കഴിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഇനിയും ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് വിളിക്കുക. അതിനെയാണ് എന്ത് വിളിക്കുക? സൂപ്പർ സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് ആയി അതിക്കും മേലെ സൂപ്പറായി എന്ന് പറയും. ഓക്കെ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ എക്സാമ്പിൾ എന്താണ്? അല്ല, എന്താണ് ഡെഫിനേഷൻ? ഈ സൊല്യൂഷൻ ഹോൾഡിംഗ് മോർ സൊല്യൂട്ട് ദൻ ലോഷൻ. സാധാരണയെക്കാളും കൂടുതൽ സൊല്യൂട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെ കൂടുതൽ സൊല്യൂട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കും. ആ ഒരു സൊല്യൂഷനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൂടുതൽ ഡിസോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായി ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിനെയാണ്, ഇങ്ങനത്തെ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തു എന്ന് വെക്കാം, എന്നിട്ട് അത് തണുപ്പിച്ചു എന്ന് വെക്കാം. തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൾറെഡി എന്താ പറയാ, പറ്റുന്നതിനേക്കാളും കൂടുതലല്ലേ എടുത്തത്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ, ആ സൊല്യൂട്ട് വേണമെങ്കിൽ സാൾട്ട് ആയിട്ട് പറയും. ആ ഒരു എക്സ്ട്രാ സാൾട്ട് എന്ത് സംഭവിക്കും? തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും സോളിഡ് ആയിട്ട് മാറും. പിന്നെ എന്ത് സംഭവിക്കും? സോളിഡ് ആയിട്ട് മാറും. അപ്പോൾ കൂടുതലായി വന്ന സാൾട്ട് സോളിഡ് ആയിട്ട് മാറും. അതിനെയാണ് എന്ത് വിളിക്കുക? ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. ക്രിസ്റ്റലൈസേഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഞാൻ എന്ത് ചെയ്തു? തണുപ്പിച്ചു. തണുപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ വന്ന സൊല്യൂട്ട് എന്തായി മാറി? അത് പിന്നെയും സോളിഡ് ആയിട്ട് മാറി. അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കത് ക്രിസ്റ്റലൈസേഷൻ എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം.
crystallization. The process by which crystals of the solute are formed when a supersaturated solution is cooled slowly is called crystallization. പതുക്കെ തണുപ്പിച്ചെടുക്കുന്നു. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ പതുക്കെ തണുപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? സൊല്യൂട്ടിന്റെ ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നു. അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ല, ഇതുവരെ മനസ്സിലാവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. എന്താണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മോർ സൊല്യൂട്ട് ഡിസോൾവ്. ഇനിയും സൊല്യൂട്ടുകൾ ഡിസോൾവ് ചെയ്യാനുണ്ട്. ഇതിനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ മോർ സൊല്യൂട്ട് ഡിസോൾവ്. ഇനി ഒരു സൊല്യൂട്ടും ഡിസോൾവ് ചെയ്യാൻ സാധിക്കില്ല, ഓൾറെഡി ഫില്ലായി. ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സൊല്യൂട്ടിന് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആക്കുന്നു. അതിനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. പിന്നെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ പതിയെ തണുപ്പിച്ചിട്ട് ഒരു ക്രിസ്റ്റൽസ് ഉണ്ടാക്കും. അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ക്രിസ്റ്റലൈസേഷൻ എന്നുള്ള ഈ ഡെഫിനേഷൻ പേജ് നമ്പർ 121. ഇനി എന്താണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ? സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? The amount of solute in grams required to saturate 100 gram of solvent at a given temperature is the solubility of the solute in that solvent. ഈ ഒരു ബോക്സ് ഇതാണെന്ത്? സൊല്യൂബിലിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറയും. മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ പിന്നെയും വായിക്കാം. The amount of solute in grams required to saturate 100 gram of solvent at a given temperature is the solubility of the solute in that solvent. Solubility എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു അളവ്, ഒരു മെഷറാണ്. എന്ത് മെഷർ? എന്തിന്റെ മെഷർ? ഓഫ് how much solute is needed to saturate 100 gram of solvent. 100 ഗ്രാം സോൾവെന്റിനെ 100 ഗ്രാം സോൾവെന്റിനെ എന്ത് ചെയ്യാൻ? സാച്ചുറേറ്റ് ചെയ്യാൻ എത്ര സൊല്യൂട്ട് വേണം? ഈ 100 ഗ്രാം സോൾവെന്റിനെ നിറയ്ക്കാൻ എത്ര സൊല്യൂട്ട് വേണം? എത്ര സൊല്യൂട്ട്? ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ്, ഗ്രാമിലുള്ള സൊല്യൂട്ടിന്റെ അളവ്. required to saturate 100 gram of solvent. 100 ഗ്രാം സോൾവെന്റിനെ എത്ര സൊല്യൂട്ട് കൊണ്ട് നിറച്ചാലാണ് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്ര സൊല്യൂട്ട് വേണം ഈ ഒരു 100 ഗ്രാം സോൾവെന്റിനെ നിറയ്ക്കാനായിട്ട്? അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? സൊല്യൂബിലിറ്റി എന്ന് വിളിക്കുന്നത്. സൊല്യൂബിലിറ്റി ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദാറ്റ് സോൾവെന്റ്. ആ ഒരു സോൾവെന്റില് ആ സൊല്യൂട്ടിന്റെ സൊല്യൂബിലിറ്റി എന്ന് വിളിക്കുന്നത് അതിനെയാണ്. കുഴപ്പമില്ലേ മനസ്സിലാക്കാൻ? എളുപ്പം അല്ലേ? ഓക്കെ. 100 ഗ്രാം സോൾവെന്റിൽ എത്ര സൊല്യൂട്ട് വേണം, അതിനെയാണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് മിക്സ്ചേഴ്സിനെ നമ്മൾ പാർട്ടിക്കിളിന്റെ വലുപ്പത്തിനനുസരിച്ചാണ് വേർതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു 3 ഗ്ലാസ് ഉണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്യാം. ആദ്യത്തേത് ട്രൂ സൊല്യൂഷൻ, രണ്ടാമത്തേത് സസ്പെൻഷൻ അല്ലെങ്കിൽ കൊളോയിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അല്ല, സസ്പെൻഷൻ ആണ് ഇവിടെ മൂന്നാമത്തേത് തന്നിരിക്കുന്നത്, രണ്ടാമത്തേത് കൊളോയിഡ് സൊല്യൂഷൻ. ഓക്കെ, ആദ്യത്തത് ട്രൂ സൊല്യൂഷൻ. എന്താണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസ് വളരെ ചെറുതായിരിക്കും. ഓൾമോസ്റ്റ്ലി നമുക്ക് ഇൻവിസിബിൾ ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇൻവിസിബിൾ ആണ്, ഇവിടുത്തെ പാർട്ടിക്കിൾസ് ഇവിടെ കാണുന്നുണ്ട്.
ഓക്കെ. ഇവിടുത്തെ പാർട്ടിക്കിൾസ് വളരെ നമുക്ക് കണ്ണുകൊണ്ട് ഇൻവിസിബിൾ ആയിരിക്കും. ആ ഒരു ഇത് ആ ഒരു വലുപ്പത്തിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രൂ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൾട്ട് വാട്ടർ. സാൾട്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നു. അപ്പോൾ ആ സാൾട്ട് നമുക്ക് കാണുന്നില്ല. ഓക്കെ. സാൾട്ട് വാട്ടർ ട്രൂ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇതിലൂടെ ലൈറ്റ് പാസ് ചെയ്യും. ഇല്ലേ? ഒരു ഉപ്പ് വെള്ളത്തില് നിങ്ങളൊന്ന് ടോർച്ച് അടിച്ച് നോക്കുക. എന്ത് സംഭവിക്കും? ആ ഒരു വെള്ളത്തൂടെ ലൈറ്റ് പാസ് ചെയ്യും. ഇനി രണ്ടാമത്തതാണ് കോളോയിഡ്. കോളോയിഡ് സൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം കോളോയിഡ് ആണെങ്കിലും ഞാൻ രണ്ടാമത് സസ്പെൻഷൻ പറയും. ഇത് രണ്ടാമതായിട്ട് പറയാം. ട്രൂ സൊല്യൂഷൻ ആദ്യം പറഞ്ഞു. രണ്ടാമത് സസ്പെൻഷൻ സൊല്യൂഷനെ കുറിച്ച് പറയും. സസ്പെൻഷൻ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മണലിട്ട വെള്ളം അല്ലെങ്കിൽ ചോക്ക് പൊടി ഇട്ട വെള്ളം. ഓക്കെ. അതൊക്കെ സസ്പെൻഷന് ഒരു ഉദാഹരണമാണ്. കാരണം എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. പാർട്ടിക്കിൾസ് വലുതായിരിക്കും. നമുക്കതിനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ വെള്ളത്തിൽ മണലിങ്ങനെ ഒന്നും എന്താ പറയാ, മണലിങ്ങനെ നല്ലോണം ഇളക്കി, പക്ഷെ മണൽ അലിഞ്ഞു ചേരില്ല വെള്ളത്തിൽ. അത് കുറച്ച് കഴിഞ്ഞാൽ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ എന്താവും? അത് ആ മണൽ അടിഞ്ഞ് കിടക്കും അല്ലേ? അങ്ങനെ അതിനെയാണ് നമ്മൾ സസ്പെൻഷൻ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ പാർട്ടിക്കിൾസ് കുറച്ചും കൂടി വലുതാക്കി നമുക്കത് കാണാൻ പറ്റും. നമ്മളത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് സെറ്റില്ല, പിന്നെ താഴെ സെറ്റില്ല. ഇനി അവസാനത്തേതാണ് ഇവിടെ നടുവിലുള്ള കൊളോയിഡ് സൊല്യൂഷൻ. എന്തുകൊണ്ടായിരിക്കും ഞാനത് മൂന്നാമതായിട്ട് എടുത്തത്? കൊളോയിഡ് സൊല്യൂഷൻ കുറച്ചൊന്ന് ഇതാണ്, ഒരു ട്രിക്കി പോലത്തെ ഒരു സംഭവമാണ്. അത് സൊല്യൂഷൻ പോലെ നമുക്ക് തോന്നിപ്പിക്കും, പക്ഷെ ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയാം. സൊല്യൂഷൻ അല്ല, പക്ഷെ നമ്മളെ കബളിപ്പിക്കുകയാണ്. സൊല്യൂഷൻ അല്ല, പക്ഷെ ഒരു മീഡിയം സൈസ്. ആദ്യത്തേതും അല്ല, രണ്ടാമത്തേതും അല്ല, അതിന്റെ നടുവിൽ നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്നതാണ് എന്ത് സൊല്യൂഷൻ? കൊളോയിഡ് സൊല്യൂഷൻ. ഉദാഹരണത്തിന് പാല് അല്ലെ? പാലെന്ന് പറയുന്നത് വെള്ളത്തിലാണ് പാല്. അപ്പൊ പാലെന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡ് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു പാല് അല്ലെങ്കിൽ കൊളോയിഡ് സൊല്യൂഷൻ ഒരു ട്രൂ സൊല്യൂഷൻ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ വേർതിരിക്കാൻ പറ്റും? നമുക്കതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഒരു ടിൻഡൽ എഫക്റ്റ് ആണ്. ടിൻഡൽ എഫക്റ്റ് ആണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ എക്സ്പെരിമെന്റ് തുടങ്ങുന്നത് ഒരു ലൈറ്റ് വെച്ചിട്ടാണ്. ഇവിടെ ലൈറ്റ് ആണ് ഇതിന്റെ സോഴ്സ്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ലൈറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഈ ലൈറ്റ് ഈ മൂന്ന് സൊല്യൂഷനിലൂടെയും കൊളോയിഡിലൂടെയും സസ്പെൻഷനിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇനി ഇവിടെ ആദ്യം സൊല്യൂഷൻ, ഇവിടെ വെള്ളമുണ്ട് അല്ലെ? ഇവിടുത്തെ ആദ്യത്തെ സൊല്യൂഷനില് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ സൊല്യൂഷൻ ആണ്. ഒരു ട്രൂ സൊല്യൂഷനില് അലിഞ്ഞു ചേർന്ന വെള്ളം അല്ലെ, അലിഞ്ഞു ചേർന്ന പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവർ സ്കാറ്റർ ചെയ്യണം, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യണതും വളരെ ചെറുതായിട്ടായിരിക്കും. അപ്പോ ഈ ഗ്ലാസ്സിലൂടെ ലൈറ്റ് പോകുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റുന്നില്ല അല്ലെ? ലൈറ്റിന്റെ ഒരു സ്കാറ്ററിങ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ലൈറ്റ് എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്? ട്രൂ സൊല്യൂഷൻ ആണെന്ന് പറയും. അടുത്തത് കൊളോയിഡ്. ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഇതില് പാലുണ്ട്. ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കൊളോയിഡില് സൊല്യൂഷനേക്കാളും കുറച്ചും കൂടി വലിയ തോതിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. ഈ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് തന്നെ
അത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ ലൈറ്റിന്റെ ഡയറക്ഷൻ കാണാൻ പറ്റും. അല്ലേ? ആ ലൈറ്റിന്റെ പാത്ത് ഇവിടെ ആദ്യത്തേല് ഒട്ടും കാണാൻ പറ്റുന്നില്ല. രണ്ടാമത്തേല് ലൈറ്റിന്റെ പാത്ത് വിസിബിൾ ആണ്. അപ്പോ ഈ ഒരു പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൊളോയിഡ് ആണെന്ന് നമുക്ക് പറയാം. ഈ സസ്പെൻഷൻ നോക്കി നല്ല രീതിയിൽ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലേ? ഇതില് വെള്ളവും ക്ലോറും ആണ് ചേർത്തിരിക്കുന്നത്. സസ്പെൻഷൻ ഇവിടെ കൂടുതലാണ്. സ്കാറ്ററിങ്ങും കൂടുതൽ നടക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ രീതിയിൽ നമുക്ക് പാത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫൈനലി ഇവിടെ ഒരു ഷാഡോ ഉണ്ടാവുന്നുണ്ട്. അല്ലേ? ഇങ്ങനെ പാസ് ചെയ്ത് ഒരു ഷാഡോ ഉണ്ടാവും. ഇത് എന്തുകൊണ്ട് ഈ ഷാഡോ ഉണ്ടാവുന്നത്? ആ ഇവിടുത്തെ പാർട്ടിക്കിൾസ് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഷാഡോ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ടിൻഡൽ എഫക്റ്റ് എന്നാണ് ഇതിനെ പറയാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്കാറ്ററിംഗ് ആണ്. ലൈറ്റിന്റെ സ്കാറ്ററിംഗ് അതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുക. ഇവിടെ ഈ ഒരു ഫിനോമിനലില് ഒരു ലൈറ്റ് സോഴ്സ് ഒരു ട്രൂ സൊല്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പാത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷെ കൊളോയിഡിലും സസ്പെൻഷനിലൂടെയും പോകുമ്പോൾ നമുക്ക് ആ പാത്ത് കാണാൻ പറ്റും. ഇവിടെ സ്കാറ്ററിംഗ് നടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു ബീം നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് നമ്മൾ പാസ് ചെയ്തെന്ന് വെക്കാം മിൽക്കിലൂടെ. ആ ഒരു പാത്ത് നമുക്ക് കാണാൻ ഇടയാവുന്നുണ്ട്. ഈ ലൈറ്റിനെ ഈ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലൈറ്റ് ബീം എന്താവുകയാണ് ചെയ്യുന്നത്? കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ സൊല്യൂഷനിൽ അത് ഇൻവിസിബിൾ ആണ്. ഇതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല എന്താണ്? മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ അല്ലേ? മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് മാസ് പെർസെൻറ്റേജിന്റെ ഫോർമുല. ഇനി അടുത്തത് എന്തായിരുന്നു? What do we call a solution that can't dissolve any more salt? നമ്മൾ ഏത് സൊല്യൂഷനെയാണ് ഇനിയും ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ആ സൊല്യൂഷൻ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷനെയാണ് എന്ത് പറയാം? അതുക്കും മേലെ ഒന്നും ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി സസ്പെൻഷൻ സെറ്റിൽ ഡൗൺ ആവോ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ സെറ്റിൽസ് ഡൗൺ. ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇതുവരെ പഠിച്ചതൊക്കെ ഇതെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒരു പാഠത്തില് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്, സൂപ്പർ സാച്ചുറേറ്റഡ്, ക്രിസ്റ്റലൈസേഷൻ, പിന്നെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ, മാസ് ഓഫ് സൊല്യൂട്ട് എന്താണ്, മാസ് ഓഫ് സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ ഓഫ് മാസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, സൊല്യൂട്ടും കോൺസെൻട്രേറ്റഡ് എത്ര സ്ട്രോങ് ആണ് അറിയാൻ വേണ്ടി. പലതരം സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് മാത്രമല്ല, പല രീതിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? യെസ്, ഹെട്രോജീനിയസ്, ഹോമോജീനിയസ്, ഇതൊക്കെയാണ് ഒരു പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്.